1947 വരെ ഏകദേശം 200 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവര് വരുന്നതിന് മുൻപ് വരെ വെൽ ഡെവലപ്ഡും സെൽഫ് സഫീഷ്യന്റുമായിരുന്ന ഇന്ത്യൻ എക്കണോമി അവരുടെ വരവിന് ശേഷം തകരാൻ തുടങ്ങി. ഈ തകർച്ച എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചർ സെക്ടർ. അന്ന് ഏകദേശം 85% ആളുകളുടെ ജീവിത വരുമാന മാർഗം കൃഷിയായിരുന്നു. ഈ കാർഷിക മേഖല തകർന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. കാർഷിക മേഖലയുടെ ഈ തകർച്ചയ്ക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ. ഒന്നാമത്തേത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അഥവാ ജമീന്ദാരി സിസ്റ്റം. കർഷകരുടെയും ബ്രിട്ടീഷുകാരുടെയും ഇടയിലെ ഇടനിലക്കാരൻ അതായത് ഇന്റർമീഡിയറി ആയിരുന്നു ജമീന്ദാർസ്. ജമീന്ദാർസ് ആയിരുന്നു നമ്മുടെ കർഷകരുടെ ഇടയിൽ നിന്നും റെന്റ് കളക്ട് ചെയ്തിരുന്നത്. കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും ജമീന്ദാർസിനുള്ളതായിരുന്നു. ഒരു വരുമാനവും പ്രോഫിറ്റും നമ്മുടെ കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം കൃഷിയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. ഇത് കാർഷിക മേഖല തകരാൻ ഒരു കാരണമായി. അടുത്തത് ലോ ലെവൽ ഓഫ് ടെക്നോളജി. അതായത് നല്ല രീതിയിലുള്ള മെഷീൻസും കാര്യങ്ങളൊന്നും അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ജമീന്ദാർസ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. അതിന്റെ കൂടെ ചേർത്ത് നമുക്ക് പറയാം നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതായത് നല്ല പ്രൊഡക്ടിവിറ്റി നൽകുന്ന വളങ്ങളും മറ്റുമൊന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ഇതും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണങ്ങളായി. അടുത്തത് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം കൃഷി മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷിയും നഷ്ടത്തിലാകും. അപ്പോൾ മഴ കിട്ടിയില്ലെങ്കിലും കൃഷിയിടങ്ങളിൽ വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായ ജലസേചന സൗകര്യങ്ങൾ അഥവാ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതും അന്ന് ജമീന്ദാർസ് നൽകിയിരുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട കാരണമാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മനസ്സിലായ അവര് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇനി മുതൽ ക്യാഷ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്താൽ മതി എന്നത്. ക്യാഷ് ക്രോപ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് അവർ അവരുടെ രാജ്യത്തേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ കർഷകർക്ക് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാൻ അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിളകൾ പോലും കൃഷി ചെയ്യാൻ പറ്റാതാവുകയും അതുപോലെ തന്നെ വാണിജ്യ വിളകൾ അതായത് നീലം, റബ്ബർ ഇങ്ങനെയുള്ള വാണിജ്യ വിളകളിൽ നിന്നുള്ള പ്രോഫിറ്റും അവർക്ക് കിട്ടാതാവുകയും ചെയ്തു. അവസാനത്തെ കാരണമാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. നമുക്ക് എല്ലാവർക്കും അറിയാം 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നിരുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് കാർഷിക മേഖല തകരാൻ കാരണമായത് എന്നല്ല. നമ്മുടെ ഇവിടെയുള്ള നല്ല ഫലഭൂയിഷ്ഠതയുള്ള മണ്ണ് അതുപോലെ തന്നെ നല്ല അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിൽ പെട്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൃഷി തകരാൻ കാരണമായി. അപ്പോൾ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചിരുന്ന സമയത്ത് കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങളാണ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. നമ്മുടെ എക്സാമിന് 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഇതുപോലെ എക്കണോമിക്സ് സിമ്പിൾ ആയി പഠിക്കാൻ സൈലം കൊമേഴ്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.